ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടുള്ള 3 വിഭവങ്ങളാണ് കേട്ടോ. മുരിങ്ങയുടെ ഇല വളരെയധികം ഹെൽത്തിന് നല്ലതാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് വരെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് മുരിങ്ങ. അത് വെച്ചിട്ടുള്ള 3 റെസിപ്പീസാണ്. നല്ല മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള ദോശ. ഈ മാവിനുമുണ്ട് ഇതിൽ പ്രത്യേകത കേട്ടോ, അതുകൊണ്ട് അത് കാണാതിരിക്കരുത്. പിന്നെ നമ്മുടെ നല്ലൊരു ഉപ്പേരി, പിന്നെ പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് മുളകൂശ്യം കൂടിയുള്ള 3 റെസിപ്പീസാണ് നമ്മളിതിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. 3 ഡിഫറെൻറ്റ് ഫ്ലേവറും ടേസ്റ്റുമുള്ള റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം നമ്മൾ മുരിങ്ങയുടെ ഇല മുളകൂശ്യാണ് വെക്കുന്നത് കേട്ടോ. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് 1 പിടി തോരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. തോരപ്പരിപ്പ് നന്നായി കഴുകി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്നും തന്നെ ചേർത്തിയിട്ടില്ല. ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 5 ചുവന്ന മുളകാണ് ഇടുന്നത്, എരിവിനനുസരിച്ച് കേട്ടോ. അതിനെ ഒന്ന് വേവിച്ച് മുളകെടുത്ത് അരയ്ക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ മുളകുശ്യത്തിന്. ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇളുന്ത് മുരിങ്ങയുടെ ഇലയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് നമുക്കൊന്ന് തിളക്കട്ടെ. ഒന്ന് ഇളക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കാം. മുളകുശ്യത്തിൽ മുളക് പൊടി ഇടരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ടേസ്റ്റ് മാറും. ഇതൊന്ന് തിളക്കട്ടെ. ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. സാധാരണ നമ്മുടെ മുരിങ്ങയുടെ ഇല ഒന്ന് വാടുകയെന്നേ പറയുക. അപ്പോൾ ഇതാ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുരിങ്ങയുടെ ഇലയും വെന്തു, നമ്മുടെ മുളകും വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ മുളകിനെ അതിൽ നിന്ന് എടുക്കണം കേട്ടോ. അത് ചേർത്തിട്ടാണ് നമുക്ക് അരയ്ക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് എടുക്കണം. ഈ മുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ട് എനിക്ക് 5 എണ്ണം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതേമാതിരി മുരിങ്ങയുടെ ഇല കൊണ്ടും ചീര കൊണ്ടും ഒക്കെ മുളകുശ്ശി ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിലേക്കുള്ള അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുക്കുന്നത്. ചൂടാക്കൊന്നും വേണ്ട തേങ്ങ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഒരുപാട് ഇടരുത് കേട്ടോ. ജീരകത്തിൻ്റെ ഫ്ലേവർ കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവരുത്. ഇനി ആ വേവിച്ച് വെച്ചിട്ടുള്ള മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒരു ചെറിയൊരു തരി വേണം കേട്ടോ അരയ്ക്കുമ്പോൾ. ഒരുപാട് അരയരുത് മുളകുശ്യത്തിന് ഒരിക്കലും. ഇപ്പോൾ ദാ നമ്മുടെ പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടി ഉള്ളത് നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടിനെയും കൂടി ചേർത്തി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട്. കൊഴുപ്പിനനുസരിച്ച് നിങ്ങൾക്കതിൽ വെള്ളം ചേർക്കാം കേട്ടോ. മുളകുശ്യത്തിന് അതുപോലെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മുളകുശ്യം ഓഫ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നിൽക്കുള്ളൂ. ഇത് തിളച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വറുത്തിടാം, ഇല്ലെങ്കിൽ എണ്ണ മാത്രം തുളിച്ചാലും മതി. പക്ഷേ മുരിങ്ങയുടെ മുളകുശ്യത്തിൽ വറുത്തിടുമ്പോഴാണ് ടേസ്റ്റ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടണം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് കേട്ടോ. മുളകുശ്യത്തിന് ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഉഴുന്ന പരിപ്പ്. പിന്നെ 2 കറിവേപ്പിൻ്റെ ഇലയും ഒരു ചുവന്ന മുളകും കൂടി പൊട്ടിച്ചിടാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിരിക്കുക. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ടുള്ള മുളകുശ്യത്തിലേക്കിടാം. ഏത് കറിയും ഒരു 5 മിനിറ്റെങ്കിലും തിളച്ച് ഇരുന്ന് ഇട്ട് ടേസ്റ്റ് വരണം കേട്ടോ. പാത്രഭാഗം വരിക എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഫ്ലേവറുള്ള ഒരു സൂപ്പർ ഒരു മുളകുശ്യ റെഡി കേട്ടോ. ഇത് ചോറും മുളകുശ്യയും ഒരു ചമ്മന്തി ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു അരച്ചുകലിക്ക് ഉണ്ടെങ്കിൽ തന്നെ സൂപ്പർ കോമ്പിനേഷനായിട്ട് കഴിക്കാം. നിങ്ങൾക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് മുരിങ്ങയുടെ ഇല മുളകുശ്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മുടെ അടുത്ത ഐറ്റം മുരിങ്ങയുടെ ഇല ദോശയാണ്. ഈ ദോശയ്ക്കുള്ള മാവിനുമുണ്ട് കേട്ടോ പ്രത്യേകത. ഇത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാവുന്ന ദോശ കൂടിയാണ്. അപ്പോൾ അതിനായിട്ടൊരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരിയും ഒരു 4 ചുവന്ന മുളകും കൂടി. കുറച്ച് എരിവൊക്കെ ഉണ്ടാവണം നമ്മുടെ ദോശയ്ക്ക് കേട്ടോ. ഇതിനെ ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഒന്ന് അരയാൻ പറ്റണം. ഈ മാവ് ഒരിക്കലും ഒരുപാട് അരഞ്ഞ് ഭയങ്കര സോഫ്റ്റ് ആവരുത്. ഇനി 1 കപ്പ് മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. ഒരു 10-12 ചുവന്നുള്ളി, അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി. പക്ഷേ ചുവന്നുള്ളിയാണ് ഞാൻ പ്രിഫർ ചെയ്യുക കേട്ടോ. ടേസ്റ്റ് കൂടുക ചുവന്നുള്ളി ഇടുമ്പോഴാണ്. 1 കപ്പ് നമ്മുടെ തേങ്ങ ചിരകിയതും 2 പച്ചമുളകും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടിയൊക്കെ പച്ചമുളകോ ചുവന്ന മുളകോ ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം നല്ല ജീരകവും, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇനി നമുക്കിതിനേക്കാൾ ഒരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉപ്പും നമ്മുടെ അരിയും ചുവന്ന മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായി അരയരുത്, കുറച്ച് തരി ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. 1/4 ഭാഗം മാറ്റി ഞാൻ ബാക്കി ഒരു കുറച്ച് മാവിനെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും നമ്മുടെ ചുവന്നുള്ളിയൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് അരയരുത് കേട്ടോ.
ജീരകവും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടിയൊക്കെ എരിവ് വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഇത് കണ്ടോ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ചതഞ്ഞ് ഒരു ഭയങ്കര സോഫ്റ്റായി അരയാൻ പാടില്ല, ഇതിൽ കടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവണം ജീരകമൊക്കെ. ഇതാണ് നമ്മുടെ മാവ്. മാവിലേക്ക് അതിനെയും കൂടി ഇട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് കുറച്ച് വാട്ടറി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവേണ്ടത്, ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററിലല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. കൺസിസ്റ്റൻസി ഇത് കണ്ടോ ഇത്തിരി വെള്ളം പോലെ ആയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങയുടെ ഇല ഇല്ലാതെയും നമുക്ക് ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുമരി ദോശ എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. അപ്പം ഇതിനെ നമുക്കിനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ നല്ലവണ്ണം ചൂടാവുമ്പോൾ നമുക്കത് പരത്തി കൊടുക്കാം കേട്ടോ. അടിയിലധികം എണ്ണ തേച്ച് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് ഒരിക്കലും പരത്താൻ കിട്ടില്ല അല്ലേ. ഇത് കുറച്ചൊരു ഒരുപാട് തിന്നായിട്ടുള്ള ദോശ ആയിരിക്കില്ല. ആവശ്യത്തിന് നെയ്യോ ബട്ടറോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം ഉടനെ അരച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അരച്ച് വെക്കുമ്പോഴാണ് നന്നായി ആവുന്നത്. ഇതാ പായിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാം. പക്ഷെ അപ്പുറ ഭാഗം കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇതേമാതിരി ഒന്ന് മറിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ തൂവി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സാധാരണ ദോശമാവല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു സെപ്പറേറ്റ് സ്പെഷ്യൽ ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദോശ റെഡി. ഇതിൻ്റെ കൂടെ ഞാനിന്ന് നല്ല ഇഡ്ഡലിപ്പൊടിയും നല്ല ചട്നിയൊക്കെ അരച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇഡ്ഡലിപ്പൊടിയുടെയും ചട്നിയുടെയൊക്കെ റെസിപ്പി നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ദോശ. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്ത ഐറ്റം മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി എന്നാണ് നമ്മൾ തോരനെ പാലക്കാടുകാർ വിളിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടണം. എപ്പോഴും കടുക് പൊട്ടിയതിന് ശേഷമേ അടുത്ത സാധനം ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 2-3 ചുവന്ന മുളക് കേട്ടോ. ഇതിൽ മുളക് പൊടി ഇടില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകും സാധാരണ ഇടാറില്ല. ഇതിനെ നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നോക്കുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. ഉഴുന്നുപരിപ്പൊക്കെ ഇതിലിങ്ങനെ കടിക്കുന്ന തന്നെ ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് നമ്മുടെ ഉപ്പേരിക്ക്. ഇതൊന്നായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയാണ് പൊതുവെ ഉപ്പേരികൾക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുക അല്ലേ. മുരിങ്ങയുടെ ഇല ഉപ്പേരിക്ക് പ്രത്യേകിച്ചും ചെറിയ ഉള്ളി ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ നന്നായി മാറി ഒരു ഗോൾഡൻ കളർ ആവണം. മുരിങ്ങയുടെ ഇല പിന്നെ വേവിക്കാൻ ഒരുപാട് ടൈം എടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായി വഴറ്റി ആ ഒരുപാട് കുഴഞ്ഞു പോവുകയുമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയുടെ കളർ മാറും കേട്ടോ. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇടാറില്ല. ഇനി അതിലേക്ക് ഇതാ ഞാൻ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കണ്ട. ഇവിടെയുള്ള മുരിങ്ങയുടെ ഇലയിലൊക്കെ പൊടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, നാട്ടിലത്തെ പോലെയല്ല. അപ്പോൾ ഇതിനെയൊന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനതിനെ ജസ്റ്റ് ഒന്ന് ആദ്യം മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇല മുളക് വറുത്ത പുളിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ മുരിങ്ങയുടെ ഇല ഉപ്പേരി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റോളം അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ മുരിങ്ങയുടെ ഇലയും നമ്മുടെ ഉള്ളിയും ഉഴുന്ന പരിപ്പൊക്കെ കൂടി നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങയുടെ ഇല വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചേർക്കിയത് നല്ല ഫ്രഷ് തേങ്ങയും കൂടി ആകുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതിന് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അപ്പോഴേ മുരിങ്ങയുടെ ഇല ഉപ്പേരി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാ തേങ്ങയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ചേർക്കാം. ഇനി കുറച്ച് പുഴുങ്ങലരി എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത്രയും പുഴുങ്ങലരിയുടെ വറുത്തത് അതിലിടില്ല. ഇതിവിടെ കുട്ടികൾ വെറുതെ എടുത്ത് തിന്നും ഈ അരി വറുത്തത്. അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടു എന്ന് മാത്രം. ഒരു പിടി ഇട്ടാൽ മതി കേട്ടോ. അതുമാത്രമല്ല ഈ മുരിങ്ങയുടെ ഉപ്പേരിയിൽ നമ്മളിത് ഈ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അരിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ അരി വറുത്തതിനെ നമ്മൾ അവസാനം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതായത് വിളമ്പുന്നതിന് ജസ്റ്റ് മുമ്പ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോഴേ ആ ക്രഞ്ചി ആയിട്ട് കടിക്കാനുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങയുടെ ഉപ്പേരിയും സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലുള്ള റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മുളക് വറുത്ത പുളിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ മുരിങ്ങയുടെ ഉപ്പേരി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. താങ്ക് യു. ബൈ.